പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരമാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ,
കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാവേ. മക്കളെ, ദൈവമായിട്ടുള്ള ഒരു യാത്ര വളരെ ഫ്രൂട്ട്ഫുൾ ആകാനുള്ള ചില രഹസ്യം പറഞ്ഞുതരാം. അതിലൊന്ന്, ഒരു ദിവസത്തെ വ്യാപാരം കഴിയുമ്പോഴേ ഇപ്പം നമ്മളെ കടക്കാർ, ഞാനേ നമ്മുടെ ജോമോൾ സിസ്റ്ററിന് ഒരു റിങ് വാങ്ങിക്കാൻ പോയി, ജോമോൾസിൻ്റെ വ്രതവാഗ്ദാനത്തിനെ. അപ്പോൾ ഒരു സ്വർണ്ണത്തെ റിങ് അപ്പോൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ചെല്ലണ കടയിൽ ആർക്കും വലിയ സന്തോഷമൊന്നുമില്ല. 8 മണിക്കാണ് ചെല്ലണത് രാത്രി. ഇവിടെയോ പോയിട്ട് വന്നിട്ട് താമസിച്ചത്. അപ്പം ഇത് ആർക്കും സന്തോഷമില്ലാത്ത കാരണം എന്താ അറിയാമോ? ഈ സ്വർണ്ണക്കടയിൽ ഓരോരുത്തരും ഓരോ പവിലിയൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവർ രാവിലെ, അപ്പം അവർ പോകാൻ നേരത്ത് രാവിലെ ഏൽപ്പിച്ച 25 കമ്മൽ, 1 പവൻ്റെ 10 മാല, 1.5 പവൻ്റെ 5 മാല, ഇങ്ങനെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് അത് ഏൽപ്പിച്ചത് എത്ര, സ്റ്റോക്ക് എത്ര, വിറ്റത് എത്ര, ബാക്കി എത്ര നോക്കണം. അപ്പോൾ ആ ഒരു ഭയങ്കര കയ്യിൽ നിന്ന് കാശ്, ഇപ്പം നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ 400 രൂപയായിരിക്കും കിട്ടണത് അവിടുന്ന്, പക്ഷേ ചിലപ്പോൾ 4000 രൂപ കയ്യിൽ നിന്ന് പോകും. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ജീവന്മാരുടെ പരിപാടിയാണ് സ്വർണ്ണക്കടയിൽ നമ്മൾ രാത്രി ചെന്ന പ്രശ്നമാണ്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ മുള്ളേ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തതേ, നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ്. അവസാനമാകുമ്പോൾ ഈ ഒരു ദിവസത്തെ വ്യാപാരം ദൈവമായിട്ടുള്ള ജീവിതം കഴിയുമ്പോൾ ഞാൻ ഇത് തിരിച്ച് നമ്മുടെ ആത്മജീവിതത്തിലോട് കൊണ്ടുവരികയാണേ. ഒരു ദിവസത്തെ ദൈവമായിട്ടുള്ള ജീവിതം കഴിയുമ്പോൾ നമ്മുടെ കർത്താവിന് കടക്കാരനായിട്ട് അവസാനിക്കരുത്. മറിച്ച് കർത്താവ് നമുക്ക് കടം തരാനുള്ള രീതി അവസാനിക്കണം. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ കർത്താവിന് കടക്കാരനായിട്ട് അവസാനിക്കരുത്. കർത്താവ് നമുക്ക് കടം തരാനുണ്ടായിട്ട് അവസാനിക്കണം. കാര്യം എന്താ വെച്ചാൽ, നമ്മ കടത്തിലാണ് കിടക്കാൻ പോണെങ്കിൽ നമ്മ കടത്തിൽ തന്നെ മരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛാ എന്താണ് അച്ഛാ കർത്താവ് നമുക്ക് കടം തരാനുള്ള പോലെ എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എല്ലാ കാര്യവും കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ ഉത്ഥാനത്തിൽ എന്താ പറയണത്? ഉത്ഥാനത്തിന് അപ്പോസ്തലന്മാർ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകം മുഴുവൻ, ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടില്ലേ, നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ അനുഷ്ഠിക്കുവാൻ അവരെ അഭ്യസിക്കുവാൻ. അതെ, അപ്പം കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് കൊണ്ട് കർത്താവ് നമുക്ക് അത്രയും സ്നേഹം. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കും. അപ്പം നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ കർത്താവിന് നമ്മുടെ സ്നേഹം ഉണ്ടാകും. അപ്പോൾ അത് കർത്താവിന് സ്നേഹം നമുക്ക് തന്ന് വീട്ടാനുള്ള രീതി വേണം നമ്മുടെ ഓരോ ദിവസം അവസാനിക്കാൻ. അങ്ങനെ ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും, എന്നാൽ സൂപ്പറായിരിക്കും. നമ്മൾ ഇപ്പം പലപ്പോഴും അവസാനിക്കാമെന്ന് അറിയാമോ? നമ്മൾ ഇപ്പം നിങ്ങളുടെ കുമ്പസാരം നീളുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എന്താ കാര്യം? കർത്താവിന് അങ്ങോട്ട് കൊടുക്കാനുള്ള രീതിയിലാണ് ജീവിതം പോണതില്ല. എല്ലാം അത് കൊടുത്താലും തീരാത്ത രീതിയിലാണ് ജീവിതം പോണത്. അപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു ദിവസം
ഞങ്ങളുടെ ഹോളിൽ ചെന്നപ്പോൾ ഒരു കസേര ഒടിഞ്ഞ് കിടക്കണം കാല്. ആ കസേരയ്ക്ക് 18,000 രൂപയാണ്. അത് കാലൊടിഞ്ഞു പോയി. അടിക്കാൻ വന്ന കക്ഷികൾ ഒടിച്ചിട്ടതാണ്. പക്ഷെ അടിക്കാൻ വന്ന കക്ഷി വന്ന് രഹസ്യത്തിൽ എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണെന്ന് പറഞ്ഞു. ചില ആൾക്കാരാണെങ്കിൽ വീട്ടിൽ പോലും ഗ്ലാസ് പൊട്ടിയാൽ പോലും പറയത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾക്ക് എടുത്തപ്പോൾ വസ്തി പൊട്ടിപ്പോയി, നിങ്ങളുടെ പിഞ്ഞാണം പൊട്ടിപ്പോയി, പക്ഷെ പറയത്തില്ല. എന്നിട്ട് അമ്മ കടന്നിട്ട് കാരണം കേൾക്കാം, ആരാ പൊട്ടിച്ചത് സത്യം പറ എന്ന് പറഞ്ഞാൽ മിണ്ടത്തില്ല. കാര്യം നിന്റെ കളവ് നീ പൊട്ടിച്ച് കളഞ്ഞത്, നീ സത്യം പറഞ്ഞുമില്ല, ആ കളവ് മറ്റുള്ളവരെ സംശയത്തിൽ നിഴലിലാക്കി. അപ്പം എന്താണ്? കടവായി. കർത്താവ് ഈ കടം ഒരിക്കലും തീരത്തില്ല. അതാണ് ഈ കട തീർക്കണമെങ്കിൽ നമ്മൾ സ്വയം ഏറ്റു പറഞ്ഞിട്ട് ആ സാധനം മേടിച്ച് അവിടെ വെക്കണം. അപ്പോൾ ആ കടം തീരണം. പക്ഷേ പല കാര്യങ്ങൾ ഇങ്ങനെയല്ല അവസാനിക്കണം. ദൈവം നമ്മൾ ദൈവത്തിന് കൊടുത്ത് വീട്ടാനുള്ള പോലെ അവസാനിക്കണം. അങ്ങനെ അവസാനിച്ചാൽ വന്നുള്ള കുഴപ്പം വെച്ചാൽ നമ്മൾ പിരിഞ്ഞു പോകത്തില്ലേ? പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോ ദിവസവും കിടക്കാൻ പോണത് കടത്തിലാണെങ്കിൽ മരിക്കാൻ പോണതും കടത്തിലായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ആരെ കൊടുത്ത് വിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണത്? മക്കളാ കൊടുത്ത് വിടത്തില്ല. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില സമയത്തൊക്കെ ഈ ആൾക്കാരെ കാണുന്നത് ഈ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും അല്ലാത്ത സ്ഥലത്തു നിന്നും എവിടെ നിന്നായാലും ഇവർ ലീവിന് വരണില്ലേ? ലീവിനൊക്കെ വരുമ്പോൾ അവർ കുറേ ഉത്തരവാദിത്തമായിട്ടാണ് വരുന്നത്. തൃശ്ശൂർ കൊണ്ടുപോയി അവിടെ 20,000 രൂപ കൊടുക്കണം. അപ്പുറത്ത് അവരടുത്ത് കൂട്ടുകാർ കൊടുത്തു വിട്ടിരിക്കുന്ന കാശാണ്. അതുകൊണ്ട് ഇവർ കൊണ്ടുവന്ന് കൊടുക്കണത് ഓരോ സാധനമായിട്ടും സമ്മാനമായിട്ടും നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 2-3 ബാഗ് ഈ സാധനം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതായിരിക്കും കൊണ്ടുവന്ന് വെക്കണത്. ഇങ്ങനെ കൊടുത്ത് നടന്ന് ഇവിടെ ലീവ് തീർന്നു. ഇവർ വിമാനത്തെ തിരിച്ചു പോകുന്ന സമയത്തായിരിക്കും, അയ്യോ അപ്പൻ്റെ കുഴുക്കെ പോയി പ്രാർത്ഥിച്ചില്ലല്ല, കഷ്ടമായി. അത്രേ ഉള്ളു. ചിരിക്കണ്ട, അത്രേ ഉള്ളു. വിമാനത്തെ ഇങ്ങനെ തടിക്കുകയും കൊടുത്തിരിക്കും, ചുമ്മാ കാവട്ടെ. അവർ തിരക്കിലാണ്. നീ കടമുണ്ടാക്കി വെച്ചിട്ട് നിന്റെ മക്കളെ വീട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. കടത്തിലാണ് നീ മരിക്കണമെങ്കിൽ, നീ കടത്തിലാണ് ഓരോ ദിവസവും നീ കിടക്കണമെങ്കിൽ കടത്തിൽ തന്നെ നീ മരിക്കും. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? കർത്താവ് ഇങ്ങോട്ട് തരാനുള്ള രീതിയിൽ ഓരോ ദിവസം അവസാനിക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ വേദിയിൽ നിർത്തി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി പറയാൻ അനുവദിച്ചതിന് 1000 നന്ദി. എൻ്റെ പേര് സുധ. ഞാൻ എറണാകുളം ജില്ല മരടിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഇപ്പോൾ ഞാൻ അയർലൻഡിൽ നിന്നാണ് വരുന്നത്. ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്. അതിനു മുന്നേ ഇതെൻ്റെ മകൻ അലക് ശിവൻ സുധീർ. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്. ഞങ്ങൾ OET എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൺലൈനായിട്ടാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 7-ാം തീയതി 2024 ഞാൻ OETക്ക് ഡേറ്റ് എടുത്തത് ജാനുവരി 13, 2025 ഞാൻ OET എക്സാം എഴുതുന്നത്. അന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ വാങ്ങി വരികയും ചെയ്തു. ഞാൻ കുവൈറ്റിൽ വെച്ചാണ് OET എഴുതുന്നത്. അന്ന് എക്സാമിന് പോയ സമയത്ത് എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ തന്നെ എൻ്റെ കൂടെ വന്ന് എനിക്ക് വേണ്ടി എക്സാം എഴുതണം. കാരണം ഞാൻ സാക്ഷ്യത്തിലെല്ലാം കേട്ടിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് എക്സാം എഴുതാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നതൊക്കെ. പക്ഷേ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തതുകൊണ്ട് നേർച്ച വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഒരു ഫോട്ടോ നോക്കിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ തന്നെ വന്ന് എനിക്ക് വേണ്ടി എക്സാം എഴുതണമെന്ന്. ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ആദ്യം ലിസണിങ് മൊഡ്യൂളായിരുന്നു. ആ സമയത്ത് ഇൻവിജിലേറ്റർ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നപ്പോൾ
ശരിക്കും ഞാനിരിക്കുന്ന ചെയർ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഷിവർ ചെയ്യുന്ന ഒരു ഫീലുണ്ടായി. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് വല്ല ഭൂമിയിലൊക്കെ അങ്ങനെ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ആർക്കും ഒരു ഭാവഭേദവും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ തന്നെയാണ്, കാരണം എന്നെ അറിയിച്ചു തരുന്നതാണ്, ഞാനാണ് നിനക്ക് വേണ്ടിയിട്ട് എക്സാം എഴുതാൻ വന്നിരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്ത് മേടിക്കുന്ന സമയത്തും ഇതുപോലുള്ളൊരു ഫീലുണ്ടായി. അങ്ങനെ എനിക്ക് ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് മൊഡ്യൂൾ, ഈ 3 മൊഡ്യൂളിൻ്റെ സമയത്തും എനിക്ക് ഈ സെയിം ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാനല്ല എക്സാം എഴുതിയിരിക്കുന്നത്, അമ്മ മാതാവ് തന്നെയാണ് എനിക്ക് വേണ്ടി എക്സാം എഴുതിയതെന്ന്. പിന്നെ സ്പീക്കിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും എനിക്ക് അമ്മയുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുകയും എക്സാം എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും പറ്റി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അയർലൻഡ് UK സ്കോർ തന്ന് അമ്മ മാതാവ് എന്നെ പാസ്സാക്കി. പിന്നീട് എനിക്ക് UK പോകണോ അയർലൻഡിന് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിട്ടിരിക്കുമായിരുന്നു, കാരണം രണ്ടിനും ഉള്ള സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കൊരു എങ്ങോട്ടാണ് അമ്മയുടെ ഹിതം എന്താണോ അത് എന്നിലൂടെ നിറവേറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. എൻ്റെ അയർലൻഡിലുള്ളൊരു ഫ്രണ്ടിൻ്റെ ഇതിലായിട്ട് സ്വപ്നത്തിൽ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് അയർലൻഡ് തന്നെയാണ് അമ്മ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലമെന്ന്. അതുകൊണ്ട് അയർലൻഡ് തന്നെ ചൂസ് ചെയ്യുകയും പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് അമ്മയുടെ പ്രസൻസ് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അമ്മയുടെ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കും. മുല്ലപ്പൂവിൻ്റെ സുഗന്ധമല്ല, ഒരു അഭൗമമായിട്ടൊരു സുഗന്ധം. അത് നമുക്ക് എന്തിൻ്റെ സുഗന്ധമാണെന്ന് വർണ്ണിക്കാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ഇതാണ്. എന്ത് പേപ്പർ വർക്കുകൾ ഫിനിഷ് ആകുമ്പോഴും എനിക്ക് ആ ഫീല്, അമ്മ മാതാവിൻ്റെ ആ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ എൻ്റെ അയർലൻഡ് പേപ്പർ വർക്കുകളെല്ലാം ഫിനിഷായി. ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞ ഏപ്രിൽ 10 ഏപ്രിൽ 10, 2025 ഞാൻ നാട്ടിലെത്തി. 11 ഏപ്രിൽ 2025 ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. ആ മാസം തന്നെ 23 എനിക്ക് അയർലൻഡിൽ പോകുവാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. പക്ഷേ അന്ന് തിരക്ക് മൂലം എനിക്ക് പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ അമ്മ മാതാവിനോട് ക്ഷമ പറഞ്ഞ് ഞാൻ അന്ന് അയർലൻഡിലോട്ട് പോയി. അയർലൻഡിൽ ചെന്നിട്ടാണെങ്കിൽ തന്നെയും പിന്നീടും എനിക്ക് മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് പിൻ നമ്പർ കിട്ടാനായിട്ട് കുറച്ച് ലേറ്റായിരുന്നു, കാരണം കുവൈറ്റിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് കുവൈറ്റിൽ നിന്നുള്ള ഇത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് എൻ്റെ NMBA രജിസ്ട്രേഷൻ പിൻ നമ്പർ കിട്ടാൻ ലേറ്റായി. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മ മാതാവും ഈശോയുമാണ് എന്നെ അയർലൻഡിൽ എത്തിച്ചത്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളും അങ്ങനെ സുഗമമായി നടക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 8 അമ്മയുടെ തിരുനാളിൻ്റെ ആ ദിവസം തന്നെ എനിക്ക് അമ്മ മാതാവ് NMBA പിൻ നമ്പർ തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ കൂടെ വേറെ 2 പേരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്കാണ് ആദ്യം തന്നെ കിട്ടിയത്. ഞങ്ങൾ 3 പേരും ഒരുപോലെ പേപ്പർ വർക്ക് ചെയ്തെങ്കിലും എനിക്ക് അമ്മ മാതാവിൻ്റെ ഒരു പ്രസൻസ് എന്ന രീതിയിൽ തന്നെയാണ് എനിക്കത് സെപ്റ്റംബർ 8 NNBI പിൻ നമ്പർ തന്ന് അമ്മ അനുഗ്രഹിച്ചത്. ഇതാണ്. അതുപോലെ തന്നെ പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ അയർലൻഡിൽ വീട് കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര റെൻറ്റിനാണെങ്കിലും വീട് കിട്ടാൻ ഒരുപാട് താമസം നേരിട്ടപ്പോൾ ഞാനതൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് സ്വപ്നത്തിലൊരു ഡേറ്റ്, ഒരു 17, 19, 27 എന്നുള്ള ഡേറ്റ് കാണിച്ചു തരികയും 17-ാം തീയതി തന്നെ ഞാനൊരു ഏജൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യുകയും 19-ാം തീയതി അവരെനിക്കൊരു വീട് വ്യൂവിന് വിളിക്കുകയും ആ വീട് തന്നെ, അപ്പോൾ എന്നെ വ്യൂവിന് പോയ സമയത്ത് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് അവിടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ആ വീട്ടിലൊരു മൂലയിൽ വിശ്വാസപ്രമാണം ചൊല്ലി സ്ഥാപിക്കുകയും അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ വീട് കിട്ടുകയും ചെയ്തു. ആ ഇടയ്ക്കുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞിരുന്നു 7 എന്നുള്ള ഡേറ്റ് വെച്ചുള്ള ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്ന്. അങ്ങനെ അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ആ വീട് തന്നെ കിട്ടുമെന്ന്. അങ്ങനെ 27-ാം തീയതി എനിക്ക് ആ വീട് കരാറായി. അങ്ങനെ എനിക്ക് ആ വീട് തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ പിന്നെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്, കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഫെബ്രുവരി പകുതിയായപ്പോഴാണ് ഏപ്രിലിലേക്ക് ടിക്കറ്റ് എടുത്തു. അത് ഖത്തർ എയർവേസിനാണ് എടുത്തത്. അത് കഴിഞ്ഞാണ് പെട്ടെന്ന് ഇവിടെ യുദ്ധത്തിൻ്റെ ഇതെല്ലാം വന്നതുകൊണ്ട് ആ 2-ാം തീയതി ഏപ്രിൽ 2 ടിക്കറ്റ് എനിക്ക് അവർ ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും ലീവ് എടുത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട്
എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് ആ ദിവസം തന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ആ ഏപ്രിൽ 2 എന്നുള്ള ആ ടിക്കറ്റ് തന്നെ എനിക്ക് ഏപ്രിൽ 2 തന്നെ എനിക്ക് നാട്ടിൽ പോകാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ, അമ്മയുടെ കൃപയാൽ എനിക്ക് ആ ക്യാൻസലായി പോയ ഖത്തർ എയർവേസ് ടിക്കറ്റ്, ആ ഫ്ലൈറ്റ് തന്നെ എനിക്ക് റീഷെഡ്യൂൾ ചെയ്ത് തരികയും സേഫായിട്ട് എന്നെ നാട്ടിലെത്തിക്കുകയും ചെയ്തു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ പേരുള്ള സ്ഥലത്തിൻ്റെ ഭാഗോടമ്പഴിയുടെ ഭാഗമായിട്ടാണ്. ആ സ്ഥലത്തിൻ്റെ ആധാരം മിസ്സിങ് ആയിരുന്നു. 10-40 വർഷമായിട്ട് അത് മിസ്സിങ് ആണ്, കിട്ടിയില്ല. ഭാഗോടമ്പടി ചെയ്യാനുള്ള സമയം എടുത്തപ്പോഴാണ് എല്ലാവരും അതേക്കുറിച്ച് ചിന്തിക്കുന്നത്, തിരക്കുന്നത്. അവസാനം ഒരുപാട് ട്രൈ ചെയ്തിട്ടും അതിൻ്റെ ഒരു കോപ്പി പോലും കിട്ടിയില്ല. പിന്നെ ഞാനിത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് താലൂക്ക് ഓഫീസിൽ പോവുകയും എൻ്റെ സിസ്റ്റർ താലൂക്ക് ഓഫീസിൽ പോവുകയും അവിടെ ചെന്ന് ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ ആധാരം കണ്ടെത്തി കിട്ടുകയും ചെയ്തു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 40 വർഷമായിട്ടും മിസ്സിങ് ആയിട്ടുള്ള ഒരു ആധാരമായിരുന്നു. അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സമയചുരുക്കം എന്നോണം അമ്മ മാതാവ് ഞങ്ങൾക്കത് വീണ്ടെടുത്ത് തന്നു. അതുപോലെ പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നതായിട്ട് ഞാൻ ആകെ കുവൈറ്റിലും പിന്നെ അയർലൻഡിലും ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമേ പത്രം മേടിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ അത് ഞാൻ ഇവിടെ നാട്ടിൽ തന്നെയാണ് വിതരണം ചെയ്തിരുന്നത്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ചികിത്സ സഹായ പദ്ധതിയിൽ എല്ലാ മാസവും അങ്ങനെ സഹായം വരുന്നവർക്കെല്ലാം ഞാൻ സഹായം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന എല്ലാ ആരെന്നോട് എന്ത് സഹായം ചോദിച്ചാലും എന്നാൽ കഴിയുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ആത്മീയ വളർച്ച എന്ന് പറയുന്നത്, ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന, അച്ഛൻ്റെ 5 ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും സായന പ്രാർത്ഥനയും എല്ലാം മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ചൊവ്വാഴ്ചയിലുള്ള അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് അത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നീട് ബൈബിൾ ഞാൻ എല്ലാ ദിവസവും തന്നെ വായിക്കാറുണ്ട്. അരമണിക്കൂറല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ സമയവും ബൈബിൾ വായിക്കാറുണ്ട്. അതുകൂടാതെ പിന്നെ ഞാൻ ഒരു അത്ഭുതം എന്നോളം എൻ്റെ മെഴുകുതിരിയിൽ ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും ഒരു രൂപം ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഉടമ്പടി എടുത്ത വഴി എനിക്ക് കിട്ടിയ നേട്ടം എന്ന് പറയുന്നത്, എൻ്റെ മകനെ എനിക്ക് വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റി. അവനാണ് എന്നേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റാണ് പ്രാർത്ഥിക്കാനും എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ വരികയും അവൻ മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. അവനും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒരു ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. അവനും അവൻ്റെ പരീക്ഷയിലും ഉന്നതമായ വിജയമെല്ലാം കൈവരിക്കുന്നത് ഈ പ്രാർത്ഥനയിലൂടെയാണ്. ഇത്രയധികം അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. 40 വർഷം കിട്ടാതിരുന്നത്, മിസ് ചെയ്തത് ഉടമ്പടി എടുത്തപ്പോഴേ അങ്ങനെ കിട്ടി. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ യാചിക്കുന്നത് എന്തും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വചനം പറയുന്നത്. നമ്മൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സാധ്യമാക്കി തരുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ച സുഗന്ധാഭിഷേകത്തിലൂടെയാണ്. അത് നല്ലൊരു ഫ്രേഗ്രൻസ്, ഒരു സുഗന്ധത്തിലൂടെയാണ് അമ്മയുടെ പ്രസൻസ് മനസ്സിലാക്കാൻ സാധിച്ചത്. തന്നെ പല മെഴുകുതിരിയിലെയും പല മക്കളും സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഈശോയുടെ അമ്മയുടെ രൂപവും ഒരു ഹാർട്ടിൻ്റെ രൂപമായിട്ടും മുല്ലപ്പൂവിൻ്റെ രൂപമായിട്ടുമൊക്കെയാണ് ക്യാൻഡിലിൽ മെഴുകുതിരിയിൽ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും വൈകുന്നേരത്തെ സായന പ്രാർത്ഥനയുടെ സമയത്തുമൊക്കെ അമ്മ സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കുന്നത്. ഉടമ്പടി നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ, വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ സാന്നിധ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മെഴുകുതിരിയിലും സുഗന്ധാഭിഷേകത്തിലുമൊക്കെ ഈ മകളുടെ ജീവിതത്തിലും 7 ഡേറ്റ് കാണിക്കുകയും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ അവർ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ 7 എന്ന ഡേറ്റിൽ ഇവർക്ക് ഓരോ കാര്യങ്ങൾ നടത്തി തരുന്നതായിട്ടാണ്. അതും ഡെയിലി ബ്രെഡിൽ പറയുന്ന കാര്യങ്ങളും പൂർണ്ണവിശ്വാസത്തോടെ ഏറ്റെടുക്കുകയാണ് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നടത്തിയതായിട്ട് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് അവസാനം പറഞ്ഞ കാര്യം ടിക്കറ്റിൻ്റെ ക്യാൻസലേഷൻ ആയിരുന്നു. ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തെങ്കിലും പെട്ടെന്ന് തന്നെ
അത് കിട്ടുകയാണ്. അത് നമുക്കറിയാം, യുദ്ധത്തിൻ്റെ സമയമാണ്, ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെയും പരിശുദ്ധ അമ്മ ഇടപെടുകയാണ്. ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് റീഷെഡ്യൂൾ ചെയ്ത് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കൊടുക്കുകയാണ്. കാരണം അമ്മയ്ക്കറിയാം അമ്മയുടെ സന്നിധിയിലേക്കാണ് ഈ മകൾ വരുന്നത്, സാക്ഷ്യം പറയുവാനായിട്ടാണ്. അവിടെയും അമ്മയും ഈശോയും ഇടപെട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. നമ്മുടെ ആ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നമ്മുടെ സംശയങ്ങളെല്ലാം നീക്കി ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ പ്രാർത്ഥനകളും ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും ഈശോയും അമ്മയും കേൾക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം, കൂടുതൽ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സുധയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മ മാതാവിനും നന്ദി. ഈ തിരുനടയിൽ ഇവിടെ നിർത്തിയതിന്, എന്നെ ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന്, എന്നെ എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെ കുടുംബത്തെയും. ഞാൻ കാളികാവ് സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് ഇടവക അംഗമാണ്. എൻ്റെ പേര് അന്നാമരിയ. ഇവൻ ഗബ്രിയേൽ തോമസ്. ഇവന് 8 മാസം പ്രായമായി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മെയ് 2024 ഓൺലൈൻ ഉടമ്പടി. അതൊരു വേറൊരു നിയോഗത്തിനായിട്ടായിരുന്നു. എന്നാലും ഞാൻ രണ്ടാമത്തെ തവണ ഞാൻ ഉടമ്പടി പുതുക്കി. ഇതെൻ്റെ 3rd ബേബിയാണ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൽ ഒരു പ്രോബ്ലം ഉണ്ട്. RH നെഗറ്റീവ് പ്രഗ്നൻസിയാണ്. അതായത് അലോമിനിയോസൈഡാണ്. എന്ന് വെച്ചാൽ എൻ്റെ O നെഗറ്റീവും ഹസ്ബൻഡിൻ്റേത് O പോസിറ്റീവുമാണ്. സോ രണ്ടാമത്തെ കുഞ്ഞിന് ഇവൾക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ. ഇവൾ 36 വീക്ക് ഡെലിവറി കഴിഞ്ഞു. അതിനുശേഷം PRBC, അതായത് ബ്ലഡിൽ RBC ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ ഒരു റിസ്ക് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 3rd ബേബിക്ക് നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യരുത്, അത് ഇതിലും ഹൈ റിസ്ക് ആയിരിക്കും, ബേബീനെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ 2024 ഡിസംബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും, എന്നാൽ ഇത് ഞാൻ വീട്ടിൽ പറയാൻ മടിച്ചു. കാരണം എല്ലാവരും ഇതിനെ തടയും. കാരണം എല്ലാവർക്കും ഇതിൻ്റെ ഹൈ റിസ്ക് എത്രത്തോളമാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ അങ്ങനെ, ഹസ്ബൻഡ് ആർമിയിലാണ്. സോ ഞങ്ങൾ മധ്യപ്രദേശിലേക്ക് മൂവ് ചെയ്തു. അതിന് മുന്നായിട്ട് ഞാൻ ജനുവരിയിൽ പോകുന്നതിന് ഒരു 1 വീക്ക് മുമ്പായിട്ട് ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ തവണ ഞാൻ ഉടമ്പടി പുതുക്കി. അമ്മ മാതാവെ കാത്തോളണേ, എൻ്റെ ബേബിനെ കാത്തോളണേ, തരണേന്ന്, മഹത്വീകരണത്തിന് സാക്ഷിയാക്കി ഉയർത്തണമേന്ന് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. പ്രഗ്നൻ്റ് ആണെന്നറിയുമ്പോൾ അറിയാലോ, ഒരു ഛർദിയോ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ നിലമ്പൂരിൽ നിന്ന് ബസ്സിനും ട്രെയിനുമായിട്ട് വന്നു. ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങൾ മധ്യപ്രദേശിൽ പോയി. 3rd മന്തായപ്പം അതുവരെ ഞങ്ങൾ ഡോക്ടേഴ്സിനെ ഒന്നും കാണിച്ചില്ല. കാരണം ഡോക്ടേഴ്സ് അത് ഹൈ റിസ്ക്കാണ്, അബോർഷന് പറയും. സോ ഞങ്ങൾ 3-ാമത്തെ മാസമായപ്പോൾ പേടിച്ച് അവിടെ മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. ഇവളുടെ ആ ഒരു റേഷ്യോ, RH നെഗറ്റീവിൻ്റെ ആ ഒരു റേഷ്യോ 1:512 ആണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, നിങ്ങൾ എന്തായാലും അബോർഷൻ ചെയ്യണം. ഇവിടെ അല്ലെങ്കിൽ ജബൽപൂർ, മധ്യപ്രദേശ് ഒരു മെഡിക്കൽ ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ടേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും ഡോക്ടേഴ്സ് കൗൺസിൽ ചെയ്തു. എന്നിട്ട് ഒരു PG സ്റ്റുഡൻറ്റ് പറഞ്ഞു ഇത് എന്തായാലും അബോർഷൻ ചെയ്യണം, അന്നാ തിങ്ക് വൈസ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്, നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഒരു എപ്പോഴും ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന ബുദ്ധിക്ക് അതീതമായി നിത്യ അത്ഭുതം കർത്താവ് ചെയ്യും, അങ്ങനെ ഒരു പാട്ടുണ്ട്. ബുദ്ധിക്ക് അതീതമായി നിത്യ സമാധാനം എൻ്റെ ദൈവം എനിക്ക് നൽകൂ എന്നുള്ളത്. അത് ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ കേട്ട് ആ പാട്ട് കേട്ട് പ്രാർത്ഥിക്കാതെ, അത് കേൾക്കുന്നതോറും എനിക്ക് ഭയങ്കര ബൂസ്റ്റ് പവർ കയറുന്ന പോലെയാണ്. അതേപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ ദൈവം മഹത്വീകരണത്തിനായിട്ട് ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്തു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിചാരിക്കും. സോ അങ്ങനെ ഞാൻ ഡിസംബറിൽ എനിക്ക് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയൊരു വാക്യം 1 പത്രോസിൻ്റെ 5 മുതൽ 10 വരെയുള്ള, ആകയാൽ യുവജനങ്ങളെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവാൻ പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവാൻ, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിങ്ങളിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വീഴണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്നു.
വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സമയത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. ആമേൻ. ഇത് ഞാനൊരു പ്രാർത്ഥന പോലെ എന്നും ഞാൻ പ്രാർത്ഥിക്കും ബൈബിൾ വായിച്ചതിന് ശേഷം. ഇത് ഫസ്റ്റ് IUT. അതിനുശേഷം ഞങ്ങൾ ലക്നൗ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു, UP യിലേക്കുള്ളത്. അങ്ങനെ ഡോക്ടേഴ്സ് ജബൽപൂരിൽ നിന്ന് എഴുതിയത് ഷീ വാണ്ട്സ് ടു കണ്ടിന്യൂസ് ദിസ് പ്രഗ്നൻസി എന്ന് എഴുതിയത്. ഞാൻ ഉറച്ചു നിന്നു, ഞാൻ ഒരിക്കലും അബോർഷൻ ചെയ്യില്ല, കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തടത്തോളം കാലം ഞാൻ അബോർഷൻ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് നിന്നു. അതിൻ്റെ ഉറപ്പിച്ച് നിൽക്കൽ കഴിയുമ്പം ഹസ്ബൻഡും കൂടെ നിന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ UK ലൈസൻസിന് വേണ്ടി വിദേശത്തേക്ക് പോകുക എൻ്റെ നിയോഗമായിരുന്നു ഉടമ്പടിയിൽ, ഫസ്റ്റ് ഉടമ്പടിയിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ IELTS ട്രൈ ചെയ്തു. അത് അവിചാരിതമായിട്ട് കോഴിക്കോട് വെച്ച് എനിക്ക് പഠിക്കാൻ കിട്ടി. പക്ഷേ അത്രയ്ക്ക് സ്കോർ ഉണ്ടായിരുന്നില്ല, 6 ഉണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ ഒരു തന്നെയായിട്ടുള്ള 3 കുട്ടികളുണ്ട്, പക്ഷേ ഞാൻ തന്നെയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഫുള്ളായിട്ട് ഞാൻ പത്രപ്രവർത്തനവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. സ്ഥിരമായിട്ട് പള്ളി പോകാനൊക്കെ ദൈവം തന്ന ഒരു അവസരമായിട്ട് ഞാൻ കണക്കുന്നു. അതിനുശേഷമാണ് ഇങ്ങനൊരു ദുരന്തം എന്ന് പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് അവിചാരിതമായിട്ട് അൺപ്ലാൻഡ് പ്രഗ്നൻസി ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഹസ്ബൻഡും എൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ ലക്നൗവിൽ പോയിട്ട് 4 തവണ എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലൂടെ കുഞ്ഞിൻ്റെ അംബ്ലിക്കൽ കോഡ് വഴി ആയിട്ട് കുഞ്ഞിൻ്റെ PRBC ചെയ്തു, അതായത് ബ്ലഡ് ഗ്രൂപ്പിൽ ചേഞ്ച് ചെയ്തു. അത് നമ്മളെ മരവിപ്പിക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് IUT എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ആരുമില്ല, ഹസ്ബൻഡും കുട്ടികളും മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പാരൻസോ കാര്യങ്ങളോ ആരുമില്ല നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പം. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് പ്രഷറൊക്കെ കുറയുന്ന പോലെ തോന്നി. 24 hours ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കാതെയായിരുന്നു ആ ഒരു IUT ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഈ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റുള്ള ഈ കൊന്ത, എൻ്റെ കയ്യിൽ 10 വർഷമായിട്ടുള്ള കൊന്തയാണ്. ഞാൻ ഇതിൽ ഈ ലോക്കറ്റിട്ട് ഞാനത് മുറുക്കെ എൻ്റെ നെഞ്ചത്തോട് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചു. അപ്പം ഞാൻ ഒരു ദർശനം പോലെ കാണാൻ ഈ ആൾത്താരയുടെ മുമ്പിൽ ഞാൻ മൈക്ക് പിടിച്ചിട്ട് നിൽക്കുക. ഈശോ ഇങ്ങനെ ഒരു അങ്കി പോലെയാണ് ഞാൻ ഇങ്ങനെ നിൽപ്പുണ്ട്. എനിക്കിടെ ദേഹം ഫുള്ളും ഫ്രീസായ പോലെയാണ്. ഡോക്ടേഴ്സ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒരു 3/4 മണിക്കൂറാണ് ചെയ്യുന്നുണ്ട്. അവർ പേടിക്കുന്നുണ്ട്, ബ്ലഡ് ചീറ്റുന്നുണ്ട്. കാരണം ഇത് ബാക്കിയുള്ള അസിസ്റ്റൻസും എല്ലാം കൂടെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഈശോയെ നീ ചെയ്യണം, ഈ സമയത്ത് നീ ചെയ്യണം, നീ വരണം, നീ ചെയ്യണം, ഒരു പ്രശ്നവും എൻ്റെ കുഞ്ഞിനുണ്ടാവല്ലേ. ഞാൻ സ്ക്രീനിൽ കാണുന്നുണ്ട് കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് ബ്ലഡ് ചെയ്യുമ്പോൾ ഷവറിൽ ഇങ്ങനെ വെള്ളം ചീറ്റുമ്പോൾ നമ്മളിങ്ങനെ കുളിര് കോരുന്ന പോലെ കൊച്ച് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഷിവറിങ് ഉണ്ടായാൽ മതി, നീഡിൽ കൊച്ചിൻ്റെ ദേഹത്ത് തട്ടിയിട്ട് കൊച്ച് സ്പോട്ടിൽ വേണമെങ്കിൽ മരിക്കാം. അങ്ങനെയുള്ള ഹിസ്റ്ററി അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു മെഡിക്കൽ സയൻസ് ഇത്രയുണ്ട്, ഇതൊക്കെ സിമ്പിളാണ്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സിമ്പിളാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു ഇവൻ ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം അവിടുന്ന് ഒരു പേഷ്യൻറ്റിനെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചു, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് സക്സസ്ഫുള്ളായിട്ട് കൊച്ചുണ്ടായി, പക്ഷേ അവരുടെ ആ ഒരു കൊച്ച് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എത്രയോ അത്ഭുത ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കരഞ്ഞു. ഈ കൊച്ചിനെ ദൈവം രക്ഷപ്പെടുത്തിയത് പലതവണയായിട്ട് ഇവൻ്റെ HB 5, 10 ഒക്കെ ആയി. അപ്പോഴൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൊച്ചിൻ്റെ ബ്രെയിനിൽ പ്രശ്നങ്ങൾ സംഭവിക്കും, കൊച്ചിന് അബ്നോർമാലിറ്റീസ് സംഭവിക്കാം, കൊച്ചിന് സ്പോട്ടിൽ ഡെത്ത് ആവാം, കാരണം കൊച്ചിൻ്റെ ബ്ലഡ് മാറ്റുമ്പോൾ. പക്ഷേ 4 തവണ ചെയ്തിട്ടും കൊച്ചിന് ഒരു പ്രശ്നം ഉണ്ടാവാതെ 8/8/2025 3 kg വെയ്റ്റും അതേപോലെ 18 HBയും ആയിട്ട് O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു ആദ്യമേ അവൻ്റെ ചെക്ക് ചെയ്തപ്പോൾ. ഈ അംബ്ലിക്കൽ കോഡിൽ നിന്ന് ബ്ലഡ് ചെക്ക് നോക്കുമ്പോൾ കൊച്ചിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ കൊച്ചിൻ്റെ O ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. എന്നിട്ട് ഒരു ഡോക്ടർ പീഡിയാട്രീഷ്യൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്നും ചർച്ചിൽ പോകുന്നവരല്ലേ, അങ്ങനെ വല്ലതും സംഭവിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആരും ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം അവിടെ ഉണ്ടാകുന്ന പിള്ളേരൊക്കെ below 2 അങ്ങനെയായിട്ട് NICയിലേക്ക്, ഇവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെയും കാണിച്ചില്ല, NICയിലേക്ക് കൊണ്ടുപോയി 24 hours ചെയ്തു. അവന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ആകെ ജോണ്ടീസാണ് കുറച്ച് ദിവസം ഉണ്ടായിരുന്നത്. 10 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അവനെ വിട്ടു. ഇങ്ങനെ അബോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൂടെ ഉറച്ചു നിന്ന്, ഉടമ്പടിയിൽ ഉറച്ചു നിന്ന്, അതേപോലെ എന്നും ഞാൻ അവിടെ പോകുമ്പോഴും ഉടമ്പടി ഉപ്പ് ആ ഒരു സ്കാനിങ് മെഷീനിൽ ഇടുമായിരുന്നു. ഞാൻ കഴിക്കുമായിരുന്നു. ഡോക്ടറിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേനും ഞാൻ കഴിക്കുമായിരുന്നു. ഉടമ്പടി തൈലം ഞാൻ വയറ്റിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
അതേപോലെ ഞാൻ ഈ ബൈബിൾ വചനം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉത്കണ്ഠാകുലരാകേണ്ട, ധൈര്യം അവലംബിക്കുവാൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എൻ്റെ കൂടെ ആരുമില്ല, ഈശോ മാത്രമേ ഉള്ളൂ. അങ്ങനെ 4 IUTയും ചെയ്ത് കുഞ്ഞിനെ നല്ല ഹെൽത്തി ആയിട്ട് കുഞ്ഞിനെ ലഭിച്ചു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ ഉടമ്പടി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രം ഞാനിവിടുന്ന് 2ാമത്തെ തവണ പുതുക്കി ഞാനൊരു 3 കെട്ട് ഹിന്ദി പത്രം കൊണ്ടുപോയിട്ട് ജബൽപൂർ അവിടെ പള്ളികളിൽ അങ്ങനെ നമുക്ക് പുറത്തിറങ്ങി അങ്ങനെ കൊടുക്കാൻ എല്ലാവർക്കും അറിയാം. കുറച്ച് റെസ്ട്രിക്ഷനും പ്രശ്നങ്ങളാണ്. ഞങ്ങൾ പള്ളികളിലും അറിയാവുന്നവർക്കും ഒക്കെ ആയിട്ട് ഹിന്ദി പത്രം വിതരണം ചെയ്തു. അതേപോലെ മലയാളവും കൊണ്ടുവരുന്നു. ഞാൻ കോഴിക്കോട് പഠിച്ചുകൊണ്ടിരുന്നപ്പം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഓട്ടോക്കാർക്കും അങ്ങനെയൊക്കെ കൊടുത്ത് ഫുഡ് വേണ്ടവർക്ക് ഞാൻ എന്താണോ ഹോട്ടലിൽ കയറി കഴിക്കുന്നത് അതേ ഫുഡ് തന്നെ ഞാൻ ആർക്കെങ്കിലും മേടിച്ച് കൊടുക്കും. വെള്ളമാണ് ചോദിക്കുന്നെങ്കിൽ വെള്ളം കൊടുക്കും. എന്നും പള്ളിയിൽ പോകാൻ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. അതേപോലെ പറ്റാവുന്ന ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകും. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും 3 ബേബീസിനെ കൊണ്ടാണെങ്കിലും ഞാൻ പള്ളിയിൽ പോകും. കാരണം അപ്പോഴാണ് എനിക്കൊരു കുർബാനയുടെ തീവ്രത എത്രത്തോളമാണ്, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു, ദൈവം അത്രത്തോളം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളൊരു ബോധം ആദ്യമേ ഉണ്ടായപ്പം. പിള്ളേരാണെങ്കിലും ഞാൻ മിസ് ചെയ്യുമായിരുന്നു. ഞായറാഴ്ചകളിലാണെങ്കിലും കുർബാന, അല്ലാത്തപ്പോൾ ഹസ്ബൻഡില്ലെങ്കിലും ഞാൻ പിള്ളേരെയും കൊണ്ട് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ പോകും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. എന്നാൽ കഴിയാവുന്ന പ്രേക്ഷിത പ്രവർത്തനം. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഞാൻ ഒരിക്കലും നോ പറയാറില്ല. എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെറിയ പ്രവർത്തികളാണെങ്കിലും, പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണെങ്കിലും ചെറിയ പ്രവർത്തികളാണെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ. എല്ലാത്തിനും അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷിയാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. യെശയ്യാ 43:2-3 തിരുവചനങ്ങൾ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. അന്ന മരിയ എന്ന ഈ സഹോദരി തൻ്റെ അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിയിൽ വളരെ റിസ്ക് ഉണ്ടായിരുന്ന 3ാമത്തെ കുഞ്ഞിനെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഡോക്ടർമാർ ആവർത്തിച്ച് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൂടിയും അതിന് സമ്മതിക്കാതെ, ഇത് ഉടമ്പടി പ്രകാരം അമ്മ എൻ്റെ ഉദരത്തിൽ ഉരുവാക്കിയതെങ്കിൽ അമ്മയും തിരുക്കുമാരനും ദൈവനാമ മഹത്വത്തിനു വേണ്ടി പൂർണ്ണ ആരോഗ്യത്തോടെ നൽകും എന്ന ഒറ്റ പ്രത്യാശയിൽ ആ കുഞ്ഞിനെ ഉദരത്തിൽ വളർത്തുകയും ലോകത്തിലേക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തതിൻ്റെ സന്തോഷമുള്ള സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ദൈവത്തിൻ്റെ ശക്തി പകരം വയ്ക്കാനില്ലാത്തതാണ്. മനുഷ്യൻ്റെ കണ്ണുകൾക്കും കഴിവുകൾക്കും അപ്പുറം ദൈവം ഇടപെടുന്നതും നയിക്കുന്നതും എത്രയോ അത്ഭുതകരമെന്ന് മകൾ തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു. ആദ്യത്തെ 2 പ്രഗ്നൻസിയിലും ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസും 2ാമത്തെ കുഞ്ഞിൻ്റെ ആ പ്രഗ്നൻസി അതുപോലെ ഡെലിവറി സമയത്തുണ്ടായിരുന്ന വളരെ ഗൗരവമുള്ള വിഷയങ്ങളും 3ാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന നിർദ്ദേശത്തോടു കൂടി ആശുപത്രി തിരിച്ചയക്കുന്നതുമൊക്കെ മകൾ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ആപത്തിൽ രക്ഷയാവുന്ന ദൈവിക പദ്ധതിയാണ്. മരിയൻ ഉടമ്പടി ദുരന്തമുഖത്ത് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ദൈവിക പദ്ധതിയാണ്. അത് തന്നെയാണ് മകൾ ഈ എൽത്താരയിൽ ഓരോ വാക്കുകളിലൂടെയും തിരുവചനത്തിലൂടെയും നമ്മോട് പങ്കുവച്ചതും. ഡോക്ടർമാരും ചികിത്സിക്കുന്ന രീതികളും ഒക്കെ ഈ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് പറയും തോറും ഇതിനെ പൂർണ്ണമായും ഹാർട്ട് ബീറ്റ് നിലയ്ക്കുന്നത് വരെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുവാനുള്ള ഒരു ധൈര്യം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു നിലപാട് ജീവിതത്തിലെടുത്തതിന് ദൈവം കൊടുത്ത വലിയ അനുഗ്രഹത്തെയാണ് ഈ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു റിസ്ക്കുള്ള വിഷയം വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു ആപത്കരമായ സാഹസികമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുമെന്ന് തോന്നുന്ന ആ ജീവിത വിഷയങ്ങളിൽ നമ്മളെടുക്കുന്ന നിലപാടുകൾ എന്താണ്? നമ്മൾ രക്ഷപ്പെടുവാൻ വേണ്ടി കള്ളത്തരങ്ങൾ കാണിക്കുന്നവരാണോ? കൗശലത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് നിസ്സാരവൽക്കരിക്കുന്നവരാണോ? ദൈവത്തെ മറന്നുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വെമ്പൽ കൂട്ടുന്നവരാണോ? ഉടമ്പടി വിശ്വസ്തതയുടെ ദൈവിക പദ്ധതിയാണ്.
ഉടമ്പടി എടുക്കുന്ന നിമിഷം മുതൽ നമ്മൾ ആ ദൈവിക പദ്ധതിയോട് വിശ്വസ്തതയുള്ളവരാണെങ്കിൽ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായ ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ക്ലേശ സാഹചര്യത്തിൽ അതിനെ തരണം ചെയ്യുവാനുള്ള വഴിയും പ്രകാശവും നമുക്ക് തന്നുകൊണ്ടിരിക്കും. മകളതാ പറയുന്നത്, ഞാൻ 8-ാം തീയതി കുഞ്ഞിനെ പ്രസവിച്ചു, 10-ാം തീയതി വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് പൂർത്തീകരിച്ച് എനിക്ക് വിസ ലഭിച്ചു. ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് എനിക്കൊരു ജോലി ഒരുക്കി തന്നു. പോയത് മുഴുവനും സഹനകാലത്തിലൂടെയാണ്. പോയത് മുഴുവനും അവസാന നിമിഷം വരെ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ്. എങ്കിലും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മ ഈ വിഷയങ്ങൾക്കൊക്കെ തീരുമാനമാക്കുകയും എൻ്റെ കർത്താവ് കൂടെ നിന്ന് എനിക്ക് വേണ്ടുന്നതൊക്കെ ഒരുക്കി തരികയും ചെയ്യുമെന്ന പ്രത്യാശ കുടുംബത്തിന് കൊടുത്ത അനുഗ്രഹങ്ങളെയാണ് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ തീരുമാനവും ബുദ്ധിയുമല്ല, ദൈവത്തിൻ്റെ കരുതലും ശക്തിയുമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച ഓരോ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.